തൃശൂൽ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ കരയാണോ? കൊച്ചമ്മേ, അവനെന്തിനാ കരയുന്നേ? അവന് സന്തോഷമല്ലേ ഉള്ളൂ, അല്ലേ മോനെ തൃശൂൽ? ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നിന്റെ പെൺകുട്ടി ആരാണെന്ന് പറ. നിന്റെ കല്യാണം ഇതിലും ഗംഭീരമായി നടത്താം നമുക്ക്. തീർച്ചയായും ത്രിവിക്രമന്റെ കല്യാണത്തിന് ഇത്രയും പേരെ നമ്മൾ വിളിച്ചു. നിന്റെ കല്യാണത്തിന് ഇതിന്റെ ഇരട്ടി ആൾക്കാരെ നമ്മൾ വിളിക്കും. ഞാൻ പ്രണയിച്ച പെണ്ണിന്റെ തന്നെ കല്യാണം നടക്കാണച്ച. ഇനിയും തന്നെ വേറൊരു കല്യാണം? എനിക്കിനി ആരെയും വേണ്ട. എല്ലാവരുടെ മുമ്പിലേക്ക് വിഷമിച്ച മുഖമായിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ വാശിയാണ് നിനക്ക് വലുതല്ലേ? ഞാൻ എന്ത് ചെയ്യാനമ്മേ? അവര് വിളിച്ചോണ്ടല്ല ഞാൻ വന്നേ. വിളിച്ചുടനെ നീങ്ങി വരണായിരുന്നോ? നീ അവരുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടല്ലേ അവര് നിന്നെ വിളിച്ചത്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഈ കല്യാണം കഴിയുന്നത് വരെ നീ ഇവിടെ നിന്ന് മാറി നിക്ക്. അമ്മേ, നിന്റെ കണ്ണീര് കൊണ്ടൊന്നും എന്റെ മനസ്സ് മാറിലിട മോനെ. ഈ കല്യാണം എങ്ങാനും മുടങ്ങിയ, എന്റെ മകൻ കാരണം കല്യാണം മുടങ്ങിയല്ലോ എന്നോർത്ത് ഞാൻ വേദനിക്കും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് മാറി നിൽക്കും മോനെ. ത്രിവിക്രമിന്റെയും ശിവാനിയുടെയും കല്യാണം നടക്കട്ടെ. നിന്റെ അടുത്ത് കൈ കൂപ്പി പറയാ ഞാൻ. വേണ്ടമ്മേ, ഞാൻ തന്നെ പോയിക്കോളാം. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നോ, മെല്ലെ മെല്ലെ നെഞ്ചിലെ മായച്ചാമരം വീശിയെന്നോ, കണ്ണിൻ കണ്ണിൻ കണ്ണിലെ തേരിൽ താമരപ്പൂവിരിഞ്ഞോ, തീരാനോവിൻ നീളങ്ങൾ കണ്ണിൽ കവിതകളായി. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകി ഭംഗിയായി നാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. ചായാനും കയ്യെത്തും തേൻകനിയാ. മഴ പാടും കുളിരായി വന്നതാരോ ഇവളോ,
മഹാദേവ, അങ്ങനെ എന്റെ 23 വർഷത്തെ കാത്തിരിപ്പ് സഫലമാവുകയാണ്. എന്റെയും ആദിശേഷന്റെയും കല്യാണത്തിന് നിന്റെ ആശീർവാദം ഉണ്ടായിരിക്കണേ. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന നാഗലോകത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. അഗ്നിസാക്ഷിയായി ഞാൻ സത്യം ചെയ്യുകയാണ്. ഞാനും ആദിശേഷനും ഒന്നു ചേർന്നുകൊണ്ട് നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരികെ എത്തിക്കും. താലി കെട്ടിക്കോളൂ. കെട്ടിവളം 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 നടക്കട്ടെ. ഇതെന്താ ഇത്? എല്ലാവരും അനങ്ങാതെ തന്നെ. തൃശൂർ പോകൂ, ശിവാനിയുടെ കഴുത്തിൽ മംഗല്യസൂത്രമണിയിക്കൂ. നിങ്ങളുടെ പ്രണയം ജന്മജന്മാന്തരമായിട്ടുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ആത്മാവ് കൊണ്ടൊന്നായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ശരീരം കൊണ്ടൊന്നാവേണ്ട സമയമാണ്. പോകൂ തൃശൂർ, നിന്റെ മനസ്സിന്റെ ആഗ്രഹം പോലെ തന്നെ ശിവാനിയുടെ കഴുത്തിൽ താലി ചാർത്തു. ആരാത്? ആരാ സംസാരിക്കുന്നേ? ഈ ചോദ്യത്തിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഞാൻ ആരാണെന്ന കാര്യം നിനക്ക് വൈകാതെ മനസ്സിലാവും. ഇപ്പോൾ തന്നെ നീ ഈ കാര്യം ചെയ്തേ മതിയാവൂ. നിങ്ങളുടെ ഒത്തുചേരലിനായി ഒരു സമൂഹം തന്നെ കാത്തിരിപ്പുണ്ട്. ദൈവമേ, എന്തിങ്ങനെയൊക്കെ പറയുന്നേ? ഈ സമയത്ത് ശിവാനിയെ ഞാൻ കല്യാണം കഴിച്ചത് തെറ്റായി പോവില്ലേ? ശിവാനിയുടെ സ്നേഹിതനായി, ശിവാനിയുടെ ഭർത്താവായി 7 ജന്മം നിങ്ങളുടെ പ്രണയം സഫലമാകുവാനുള്ള മുഹൂർത്തമാണിത്. പോകൂ തൃശൂൽ, പോയി താലി അണിയിക്കൂ.
തൃശൂർ, നീ എന്താടാ കാണിച്ചേ? ശിവാനിയുടെ കഴുത്തിൽ നീ എന്തിനാ താലി കെട്ടിയത്? ശിവാനിയുടെ കഴുത്തിൽ ഞാൻ കെട്ടേണ്ട താലി നീ എന്തിനാണ് എടുത്ത് കെട്ടിയതാ? ത്രിവിക്രം, ത്രിവിക്രം വിടവന്. ബുദ്ധിയില്ലടാ നിനക്ക്? എന്ത് കാര്യമാണ് നീ ചെയ്തത്? എന്തിനാണ് നീ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയത്? അച്ഛാ, അത് ഡാഡി ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നേ? ഇവനെ കൊല്ലണം. ത്രിവിക്രം, കൈവെക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇവൻ ചെയ്തത് തെറ്റാ, പക്ഷെ ഇവന്റെ ദേഹത്ത് കൈവെക്കാനുള്ള അവകാശം നിനക്കില്ല. ഡാഡി പറയടാ, എന്തിനാ നീ തെറ്റ് ചെയ്തത്? അച്ഛൻ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിപ്പോ ചെയ്തു തന്നെയാ ശരി. തൃശൂൽ, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളെല്ലാരും കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കുവോ? പറയടാ, എന്തുദ്ദേശിച്ചാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനിങ്ങനെ ചെയ്തതിന്റെ കാരണം ശിവാനിയെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അച്ഛാ. അവളെ കല്യാണം കഴിക്കേണ്ടിരുന്നത് ഞാനാ. എന്തൊക്കെയാ നീ പറയുന്നത്? അതെ അച്ഛാ, എന്റെ പ്രാണനേക്കാൾ അധികം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. തൃശൂൽ, നീ ഇതുവരെ ശിവാനിയാണോ സ്നേഹിച്ചോണ്ടിരുന്നത്? സത്യമാണോ ഈ പറയുന്നത്? എടാ, ത്രിവിക്രമനല്ലടാ ശിവാനിയെ പ്രണയിച്ചോണ്ടിരുന്നത്. അച്ഛാ, ത്രിവിക്രം റോയേക്കാൾ മുൻപേ തന്നെ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട ആദ്യ ദിവസം തന്നെ ഞാൻ അവളെ പ്രണയിച്ചതാ. അവളുടെ പുറകെ എല്ലാ ദിവസവും ഞാൻ നടന്നിരുന്നു. എന്റെ പ്രണയം പറയാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് അവൾക്ക് അറിയുന്ന കാര്യമാ. അവൾ എന്നെ പ്രണയിക്കാനും തുടങ്ങിയതാ.
എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവളുടെ മനസ്സിലുള്ള പ്രണയം എന്നോട് തുറന്നു പറയാൻ പോയതാ. ആകാശത്തിലൊക്കെ ഐ ലവ് യു തൃശ്ശൂർ എന്ന് എഴുതി അവളുടെ മനസ്സിലെ പ്രണയം കാണിച്ചു. സംശയമുണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്ക്. ശിവാനി, നീ ഇപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറയില്ലേ? എന്തായാലും നീ എന്നെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ എനിക്കത് അന്ന് മനസ്സിലായിരുന്നില്ല. എന്നാ ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം തുറന്നു പറഞ്ഞ് ഒന്നാവാൻ തീരുമാനിച്ചു വന്നപ്പോ ത്രിവിക്രം തോ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. നിങ്ങൾ പ്രണയിക്കുന്ന കാര്യം വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റും ഫിക്സ് ചെയ്തു. അപ്പോ ഞാൻ നിന്നെ പ്രണയിക്കുന്ന കാര്യം വീട്ടുകാരോട് എങ്ങനെ പറയും? പറ്റിയില്ല. എനിക്ക് എന്റെ പ്രണയം ആരോടും തുറന്നു പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എൻഗേജ്മെന്റ് പോലും ഞാൻ മുടക്കിയത്. അപ്പോഴെങ്കിലും അവൾക്ക് എന്നോടുള്ള പ്രണയം ഒന്ന് തിരിച്ചറിയട്ടെ ഞാൻ വിചാരിച്ചു. ഇല്ല, എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കിയില്ല. ഞാൻ അവളുടെ പുറകെ നടന്ന എപ്പോഴും അവളെ ശല്യം ചെയ്യാറ് പോലും ഉണ്ടായിരുന്നു. അവൾ അവളുടെ മനസ്സിന്റെ വാക്കൊന്ന് കേട്ടത് പോലുമില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇവരുടെ കല്യാണം ഫിക്സ് ചെയ്തു. ഞാൻ ഇനിയും വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ എന്റെ പ്രണയം നഷ്ടപ്പെടുന്ന പോലെ ആവില്ലേ? ഇനി പറ, ഞാൻ എന്റെ പ്രണയം നഷ്ടപ്പെടുത്തണമായിരുന്നോ? വേണ്ടാന്ന് വെക്കണമായിരുന്നോ? അച്ഛാ, ശിവാനി എന്റെ പ്രാണനേക്കാൾ അധികം എനിക്കിഷ്ടം. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ചിരിയും സന്തോഷവും എല്ലാം അവള് തന്നെയാ. എന്റെ സർവസ്വവും അവള് തന്നെയാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെ. മഹാദേവ, തൃശ്ശൂർ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? വീണ്ടും എനിക്ക് എന്റെ ആദിശേഷനെ നഷ്ടപ്പെടുകയാണോ? എന്റെ ആഗ്രഹത്തിനും സ്വപ്നങ്ങൾക്കും എല്ലാം തടസ്സമുണ്ടായിരിക്കുന്നു. എന്റെ ജീവിതം തന്നെ ഇല്ലാതായിരിക്കുന്നു. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കല്യാണ മണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം മുടക്കുന്നത് തെറ്റല്ലേ? ഈ കാര്യങ്ങൾ നിനക്ക് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? അത് ചെയ്യാതെ മുഹൂർത്ത സമയത്ത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നീ ചെയ്ത തെറ്റല്ലേ? അച്ഛാ, ഞാൻ ശിവാനിയെ പ്രണയിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും തന്നെ അത് മനസ്സിലായില്ല. ഞാൻ ശിവാനിയെ കല്യാണം കഴിച്ചത് ശരിയായ കാര്യം തന്നെ. ശിവാനി നമ്മുടെ വീട്ടിലെ മരുമകളാവേണ്ടവളാ. ഇപ്പൊ അങ്ങനെ തന്നെ ആയില്ലേ? തൃശൂൽ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കല്യാണം മുടക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ട് ഇപ്പൊ നീ മുടക്കിയല്ലോ. എന്തിനാ അത് ചെയ്തേ? എന്തിനാണ് ചെയ്തത്? എന്തിനാണ്? അതെ അമ്മേ, ഞാൻ എന്റെ വാക്ക് തെറ്റിച്ചു. കാരണം എനിക്ക് എന്റെ പ്രണയമാണ് മുഖ്യം. ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന വേറൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. എനിക്ക് ആ വാക്ക് പാലിക്കണമായിരുന്നു. ആർക്കാടാ വാക്ക് കൊടുത്തത്? ഇവനോട് നീ എന്തു പറയാനാ? ഇവൻ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ആദ്യം നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു. മകന്റെ സ്ഥാനം തട്ടിയെടുത്തു. അച്ഛന്റെ അമ്മയുടെ സ്നേഹവും തട്ടിയെടുത്തു. ഇപ്പോ എന്റെ ശിവാനി അവൻ തട്ടിയെടുത്തു. നീ എന്നെ പറ്റിക്കായിരുന്നില്ലടാ. നിന്നെ ഞാൻ ത്രിവിക്രം, എന്താ നീ കാണിക്കുന്നേ? ഇവൻ എന്നോട് ചെയ്തതിന് ഇവന് ഞാൻ കൊല്ലും.